ഓം നമോ നാരായണായ. ഒരു കഥ പറയാം. പണ്ട് ഒരാൾ ഒരു കാട്ടിൽ പോയി, കുറേ പക്ഷികളും മൃഗങ്ങളും എല്ലാം കളിച്ച് നടക്കുന്ന ഒരു കാട്ടിൽ പോയി ഒരു തത്തയെ പിടിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ ചിറകുകളൊക്കെ ആയിട്ടുള്ള വളരെ അധികം കാണാത്ത അപൂർവമായിട്ടുള്ള ഇനങ്ങളിൽ പെട്ട ഒരു തത്തയെ പിടിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് അടച്ചിട്ടു. അതിനോട് സംസാരിക്കും, അതിന് ഭക്ഷണമൊക്കെ കൊടുക്കും, നല്ല സ്നേഹത്തോടെയൊക്കെ നിന്നു. പക്ഷെ തത്തയ്ക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. കൂട്ടിലാണ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവും ഈ കാട്ടിലേക്ക്. അപ്പോൾ ഒരു ദിവസം പോകുന്ന സമയത്ത് തത്തയോട് പറയും, ഞാൻ നിൻ്റെ കൂട്ടുകാരുടെയൊക്കെ കാണും, ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ തത്ത ഒന്നും പറയില്ല. വിഷമത്തോടു കൂടി അതിനെ വിട്ടയക്കണം എന്നുള്ള കാര്യം സൂചിപ്പിക്കും. അപ്പോൾ അയാൾ പറയും, അത് മാത്രം ഞാൻ ചെയ്യില്ല, നിന്നെ എന്തായാലും വിട്ടയക്കില്ല, ബാക്കി എന്ത് വേണേൽ ചെയ്തു തരാം, കാരണം എനിക്ക് നിന്നെ കാണണം, എനിക്ക് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്ന് പറയും. അപ്പോൾ തത്ത ഒന്നും പറയില്ല. അങ്ങനെ കാട്ടിൽ പോയി ഒരു കൂട്ടം, അന്ന് തത്തയെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ പക്ഷിക്കൂട്ടം ആ സ്ഥലം അതേ സ്പോട്ടിലാണ് ഇയാൾ പോകുന്നത്. അവരവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, അവരോട് പറയും, നിങ്ങളുടെ സുഹൃത്ത് എൻ്റെ വീട്ടിലുണ്ട്, ഞാനതിനെ കൂട്ടിലടച്ച് വെച്ചിട്ട്, നല്ലൊരു ഭംഗിയുള്ള കൂട്ടിലടച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, പെട്ടെന്ന് ഇത് കേട്ട ഉടനെ ഒരു തത്ത അങ്ങനെ അങ്ങ് വീഴും. അവിടെ വെട്ടിയിട്ട പോലെ ഒരു വീഴല്, ഒറ്റ വീഴ്ച കൂട്ടിലുള്ള പക്ഷിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വെട്ടിയിട്ടതുപോലെ ഒറ്റ വീഴ്ച അവിടെ തന്നെ. അപ്പോൾ ഗ്രൗണ്ടിൽ. അപ്പോൾ ഇയാൾ പകച്ചുപോയി, ഇതെന്ത് പറ്റി, അയ്യോ ഇനിയിപ്പോൾ ഈ പക്ഷിയുടെ ഇണപ്പക്ഷി അങ്ങനെ ആയിരിക്കും, അതായിരിക്കും ഇത്രയും വിഷമം വന്നത് ഇത് കേട്ടിട്ട് എന്ന് വിചാരിച്ച് അയാളിങ്ങനെ ഒരുപാട് ചിന്തിച്ചു. ഇനി ഇതാണോ ഇപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത്, അവന് വിഷമാവുമല്ലോ വീട്ടിൽ പോയി പറഞ്ഞാലോ എന്നൊക്കെ വിചാരിക്കും. എന്നാലും ആള് മെസ്സേജ് ഡെലിവറി ചെയ്തു. പോയിട്ട് പറയും, നിന്റെ കൂട്ടുകാരെയൊക്കെ ഞാൻ കണ്ടു, പക്ഷെ വിഷമമുള്ള ഒരു കാര്യം ഉണ്ടായി. എന്താ? ഇത് പറഞ്ഞപ്പോഴേക്കും ഒരു പക്ഷി അങ്ങനെ വീണ് മരിച്ചു എന്ന് പറയും. അപ്പോൾ ഇത് കേട്ട ഉടനെ കൂട്ടിലിരുന്ന പക്ഷി അവിടെ തന്നെ ഒറ്റ വീഴ്ചയാണ്. അപ്പോൾ അയാൾ വളരെ വിഷമായി. അയാളിങ്ങനെ നോക്കി, അതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നോക്കി, അതിന് ജീവനുണ്ടോ എന്ന് നോക്കി, കംപ്ലീറ്റ്ലി സ്റ്റിൽ. കൂട് തുറന്നു, അതിനെടുത്ത് കയ്യിലിങ്ങനെ വെച്ച്, എന്നാലും നിനക്കിത് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പക്ഷി എന്ത് ചെയ്തു? പക്ഷി ഊന്ന് പറഞ്ഞിട്ട് ആകാശത്തേക്ക് പറന്നുയർന്നു, അങ്ങനെ രക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ മെസ്സേജാണ് എൻ്റെ സുഹൃത്ത് എനിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്ത് തന്നയച്ച മെസ്സേജ്, ഇതാണ്, മരിച്ചതുപോലെ അഭിനയിച്ചിട്ട് രക്ഷപ്പെടാൻ. അപ്പോൾ എന്തിനാ ഈ കഥ പറഞ്ഞു വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പലതരത്തിലായിരിക്കും. അതിനുള്ള ഉത്തരം, ഓരോരുത്തർക്കും വേണ്ട ഉത്തരം ഭഗവത് കഥകളിലൂടെ നമുക്ക് കിട്ടാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഭഗവത്ഗീതയും ഓരോരോ പുരാണങ്ങളും ശാസ്ത്രങ്ങളും പാരായണങ്ങൾ നടക്കുന്നത്. ഇതിനു വേണ്ടിയാണ്. ഓരോരുത്തർക്കും വേണ്ട ഉത്തരം അവർക്ക് അതിൽ നിന്ന് കിട്ടും.